ചിയാൻ വിക്രത്തിന്റെ 62ാമത്തെ ചിത്രം എത്താൻ പോവുകയാണ്. വീരധീര സൂരൻ മാർച്ച് 27-ന് റിലീസാകും. റിയാസാബ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം SU അരുൺകുമാറാണ്. മലയാളത്തിൽ നിന്ന് സുരാജ് വെഞ്ഞാറമൂടും വീരധീര സൂരനിലുണ്ട്. ആക്ഷൻ ത്രില്ലർ എന്റർടൈനർ ആയിട്ടുള്ള വീരധീര സൂരൻ പ്രേക്ഷകന് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. SJ സൂര്യ, തുഷാര വിജയൻ തുടങ്ങിയവർ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം തേനി ഈശ്വറാണ് നിർവഹിച്ചിട്ടുള്ളത്. വീരധീര സൂരന്റെ ചിത്രീകരണം പൂർത്തീകരിച്ച ശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ്. ചിത്രത്തിലെ കല്ലൂരം എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ട്രെൻഡിംഗ് ആണ്. ചിത്രത്തിന്റെ വിഷ്വൽ ഗ്ലിംസും ടീസറും ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരെ നേടുകയും ചിത്രത്തിനെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ ആവേശം ഇരട്ടിയാക്കുകയും ചെയ്തിട്ടുണ്ട്. തിയേറ്ററുകളിൽ ചിയാൻ വിക്രത്തിന്റെ മാസ്മരിക പ്രകടനത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഒരു നാടൻ ആക്ഷൻ ത്രില്ലർ ആയിരിക്കും ഈ ചിത്രമെന്നാണ് സൂചന. രഞ്ജിത്ത് കൂട്ടുകെട്ടിലെത്തിയ തങ്കലാനാണ് വിക്രത്തിൻ്റെതായി ഏറ്റവും ഒടുവിലെത്തിയ ചിത്രം. വിക്രം നായകനായി എത്തിയ ധ്രുവ നക്ഷത്രം എന്ന ചിത്രവും അണിയറയിലുണ്ട്. 2016-ൽ ഷൂട്ടിംഗ് ആരംഭിച്ചെങ്കിലും സിനിമ ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല. അതിനിടയിൽ പലതും സംഭവിക്കുകയും ചെയ്തു. 7 രാജ്യങ്ങളിലായിട്ടാണ് ധ്രുവ നക്ഷത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. പല വെല്ലുവിളികളും ആഭ്യന്തര പ്രശ്നങ്ങളും സംവിധായകൻ ഗൗതം വാസുദേവ് മേനോന് ഈ സിനിമ ചിത്രീകരിക്കുന്നതിന്റെ ഭാഗമായി നേരിടേണ്ടി വന്നിരുന്നു. 2017ഓടുകൂടി സിനിമ റിലീസിന് തയ്യാറായിരുന്നു. എന്നാൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് നീണ്ടുപോയി. അവസാനം 2018-ൽ റിലീസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ടീസർ പുറത്തിറങ്ങി. പക്ഷേ റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് 2023 നവംബർ 24-ന് ധ്രുവ നക്ഷത്രം തിയേറ്ററിൽ എത്തും എന്നാണ് അറിയിച്ചത്. എന്നാൽ റിലീസിന്റെ തലേ ദിവസം വീണ്ടും മാറ്റിവെച്ചതായി അറിയിച്ചു. അടുത്തിടെ വീണ്ടും ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇനി എന്ന് ഈ ചിത്രം തിയേറ്ററിൽ എത്തും എന്ന സംശയത്തിലാണ് ആരാധകരുള്ളത്. വിക്രത്തിന്റെ 63ാമത്തെ ചിത്രവും അണിയറയിൽ ഒരുങ്ങുകയാണ്. രസാവതി, മകാമുനി തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ശാന്തകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ഈ സിനിമയുടെ ടൈറ്റിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കഠിനാധ്വാനത്തിലൂടെ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നടനാണ് വിക്രം. എന്നാൽ സമീപകാലത്തൊന്നും ഒരു വൻ ഹിറ്റ് അടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ബോക്സ് ഓഫീസ് സക്സസ് ആണോ, സിനിമയ്ക്ക് കിട്ടുന്ന അംഗീകാരവും പ്രശംസയുമാണോ വിക്രത്തെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് തീർച്ചയായും അത് പ്രശംസ തന്നെയാണെന്ന് വിക്രം പറഞ്ഞിരുന്നു. സിനിമ വൻ വിജയമായാൽ അത് സന്തോഷമാണ്. അതിന്റെ സംവിധായകനെയും നായകനെയും ടെക്നിക്കൽ ക്രൂവിനെയും എല്ലാം പ്രശംസിക്കും. ബോക്സ് ഓഫീസിൽ കളക്ഷനും നേടും. അതേസമയം ചെയ്ത ഒരു മികച്ച പെർഫോമൻസിന് പ്രശംസ കിട്ടുന്ന ഫീലിങ്സ് വേറെ തന്നെയാണ്. സിനിമ പരാജയപ്പെട്ടാലും പെർഫോമൻസ് മോശമായി എന്നേ പറയൂ. അതേസമയം സിനിമ നന്നായാൽ പെർഫോമൻസ് നന്നായിരുന്നു എന്ന് പ്രത്യേകിച്ച് ആരും എടുത്തു പറയില്ലെന്നും കരിയറിൽ ഏറ്റവും ചാലഞ്ചിങ് ആയ റോൾ കോബ്ര എന്ന സിനിമയിലെ ഒരു രംഗമായിരുന്നുവെന്നും വിക്രം മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ സീൻ ചെയ്തു കഴിഞ്ഞപ്പോൾ വലിയ തൃപ്തി തോന്നിയെന്നും എന്നാൽ ആ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ആ രംഗത്തെക്കുറിച്ച് ആരും സംസാരിച്ചില്ലെന്നും വിക്രം പറയുന്നുണ്ട്. പെർഫോമൻസിനാണ് താൻ എന്നും പ്രാധാന്യം നൽകുന്നതെന്നും ആരാധകർ ഒരിക്കലും തന്നിൽ നിന്ന് ഒരു മാസ് ബോക്സ് ഓഫീസ് സിനിമ പ്രതീക്ഷിക്കുന്നില്ലെന്നും വേറിട്ടത് എന്തെങ്കിലും ചെയ്യുന്നതിലാണ് അവർക്കും താല്പര്യമെന്നും താൻ ഫോളോ ചെയ്യുന്നതും അതാണെന്നും വിക്രം കൂട്ടിച്ചേർക്കുകയാണ്.